ഹറാമുകളെ ഒഴിവാക്ക്, വൻപാപങ്ങൾ ഒഴിവാക്ക്. കള്ളു കുടിക്കുന്നത്, വ്യഭിചരിക്കുന്നത്, പലിശ തിന്നുന്നത് പറയാൻ ഒരു ഉസ്താദ് വയൽ തന്നെ. ഈ നാട്ടിലെ ഒരു പ്രിയപ്പെട്ട ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ എന്റെ മോൻ വയല് കേൾക്കാനുണ്ടാകും, എന്റെ മോൻ വയല് കേൾക്കാനുണ്ടാകും ഉസ്താദെ, എന്നെ തല്ലാറുണ്ട് വീട്ടിൽ കയറി വന്നിട്ട്, അവനിപ്പം മയക്കുമരുന്നാ കഴിക്കുന്നേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ പറയാൻ ഒരുപാട് മാതാപിതാക്കളുണ്ട്. ഇന്ന് കള്ളുകുടിയൊക്കെ മാറി ഇപ്പൊ കഞ്ചാവും മയക്കുമരുന്നിന്റെ അടിമകളായിട്ട് ചെറുപ്പക്കാര് മാറുന്ന കാലം. സ്കൂളിൽ പഠിക്കണ മക്കൾ വരെ ഉപയോഗിക്കാം, സ്കൂളിൽ പഠിക്കണ മക്കൾ വരെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ സ്വർഗം നിനക്ക് ലഭിക്കൂല. കള്ളു കുടിക്കുന്നവൻ അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കൂല, അവൻ ഒരിക്കലും സ്വർഗത്തിൽ കിടക്കില്ല. പ്രവാചകൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യന് കള്ളുകുടിച്ചാൽ അവന്റെ ഈമാൻ അള്ളാഹു ഊരി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു അവന്റെ ഈമാൻ ഊരി മാറ്റി, അവൻ ഈമാനില്ല. 40 ദിവസം അവൻ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കില്ല. അവൻ മരിക്കുന്ന സമയത്ത് അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയില്ല. അവന്റെ ജനാസ പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ടുവന്ന് കബറടക്കി കിബിലയുടെ ഭാഗത്തേക്ക് തലതിരിച്ചു വെച്ച് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും പിരിഞ്ഞുപോയി. രണ്ടാമത് നീ പോയി ഖബർ മാന്തി നോക്കിയാൽ അവന്റെ തല കിബിലയ്ക്ക് എതിരായി തിരിഞ്ഞിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കിബിലയുടെ നേരെ അവന്റെ തല ഇരിക്കൂല. അവൻ നാളെ പരലോകത്ത് വരുന്നത് പേപ്പട്ടിയുടെ രൂപത്തിലാ. നാളെ പേപ്പട്ടി നാവിങ്ങനെ താഴ്ത്തിയിട്ടിട്ട് അള്ളാഹുവെ ഈള ഒലിപ്പിച്ചു കൊണ്ടുവരുന്നത് പോലെ പുഴുത്ത് നാറിയവനെ പോലെ നാളെ പരലോകത്ത് അവനെ കൊണ്ടുവരപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അവൻ സ്വർഗത്തിൽ കിടക്കൂല. അവൻ അള്ളാഹു നരകത്തിൽ കൊടുക്കുന്നത് നെഹ്റുൽ ഹിബാൽ എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. സ്വഹാബികൾ ചോദിച്ചു, എന്താ നബിയെ നെഹ്റുൽ ഹിബാൽ? അത് ചീഞ്ചലം, നരകവാസികളുടെ ചീഞ്ചലം ഒഴുകുന്ന നദിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ കള്ളുകുടിക്കുന്നവരാണെന്ന് ഞാൻ പറയില്ല, നിങ്ങൾ കള്ളുകുടിക്കുന്നവരാണെന്ന് ഞാൻ പറയൂല. പക്ഷേ എങ്കിലും കള്ളുകുടിക്കുന്നവരുടെ കൂടെ കൂടുന്നവരാ ഞാനും നിങ്ങളും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ പലരും കള്ളു ജീവിതത്തിൽ ഒരിക്കൽ പോലും കുടിച്ചിട്ടില്ല. എങ്കിൽ 10 വിഭാഗം ആൾക്കാർ കള്ളുകുടിയന്റെ ലിസ്റ്റിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി എന്തേ പറഞ്ഞെന്നറിയോ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മൻ തസവ്വജ, അവിടെന്ന് പറയുന്നുണ്ട്, മൻ ശരിബൽ ഖംറ ഫലാ തുസവ്വജു, കള്ളുകുടിയന് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കരുത്. ഒരു വാപ്പയോട് റസൂലുള്ളാഹി പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത്, കള്ളു കുടിക്കുന്നവന് നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കരുത്. കള്ളു കുടിക്കുന്നവൻ ചാകാൻ കിടന്നാ പോയി നോക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കള്ളു കുടിക്കുന്ന വൈൻ മരില ഫലാ തഊദു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവൻ രോഗം പിടിച്ച് കിടക്കാ, കുടിച്ച് സർവ്വതും പോയിട്ട് കിടക്കാ, തൗബ ചെയ്തിട്ടില്ല. ആ സമയത്തും കുടിക്കുന്നവനാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ അവനെ കാണാൻ പോകല്ലേ. റസൂലുള്ളാഹി പറയുന്നുണ്ട്, വൈൻ മാത ഫലാ തുസല്ലി, അവന്റെ മയ്യത്ത് നിസ്കരിക്കരുത്, അവന്റെ ജനാസയുടെ പുറകിൽ നടക്കരുത്, അവന്റെ ജനാസ പള്ളിയിൽ കൊണ്ടുവന്ന് കബറടക്കരുത്, അവനോട് നിങ്ങൾ സലാം പറയല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. കള്ളുകുടിയനോട് നിങ്ങൾ സലാം പറയരുത്. അവൻ എന്ത് പറഞ്ഞേ? അവൻ രോഗം പിടിച്ച് കിടന്നാ കാണാൻ പോകരുത്, മരിച്ച അവന്റെ മയ്യത്ത് നിസ്കരിക്കരുത്, ജനാസയുടെ പുറകിൽ പോലും നടക്കരുത്, കബറടക്കരുത്. പിന്നെ കുടിയൻ എവിടെ അടക്കും? പള്ളിയിലെ സെക്രട്ടറി പിടിക്കുന്നവനാ പല പള്ളിയിലും. കമ്മിറ്റിക്കാരുടെ മക്കൾ വരെ പിന്നെ പള്ളിയിൽ അടക്കിയില്ലെങ്കിൽ പിന്നെ എവിടെ അടക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ലാഹുവിന് എന്ത് ചെയ്യും? പുഴുത്തു നാറൂല്ലേ? യുവല്ലിഹി മാ തവല്ലാ വനുസ്രിഹി ജഹന്നം. അവിടെ നിന്ന് പറഞ്ഞത് പറയാനുള്ളത് പറ, അനുസരിക്കുന്നവൻ അനുസരിക്കട്ടെ, അല്ലാത്തവരെ കൊണ്ടുവന്ന് അടക്കിയത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവനൊരു 5 നയാ പൈസ കടം കൊടുക്കരുത്. ഹദീസ് ഞാൻ പറയുന്നില്ല, അവിടെ നിന്ന് പറയുന്നുണ്ട്, ഒരു 5 നയാ പൈസ ചാകാൻ കിടന്നാലും കൊടുക്കരുത്. കുടിയനാ, തൗബ ചെയ്തിട്ടില്ല, അവനെ സഹായിക്കരുത്. അവൻ ആരെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ, നിങ്ങൾ ആരെങ്കിലും കല്യാണത്തിന്റെ തലേ ദിവസം പാർട്ടിയാ വീടിന്റെ അകത്ത്, കള്ളുകുടിയന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഓരോ മുസ്ലിമും കേട്ടോ, ഒരു ഉരുള ഭക്ഷണം ഏതെങ്കിലും ഒരു കള്ളുകുടിയന് നിങ്ങൾ കൊടുത്താൽ നിന്നെ പെറ്റ ഉമ്മാനെ നീ വ്യഭിചരിച്ചതിന് തുല്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വന്തം ഉമ്മാനെ വ്യഭിചരിച്ചതിന് തുല്യമാ ഒരു ഉരുള ഭക്ഷണം കൊടുത്താൽ. അവനെ സഹായിക്കരുത്. എന്തിന്? പ്രവാചകൻ പറഞ്ഞു, അവന്റെ കൂടെ നിങ്ങൾ നടക്കരുത്. കള്ളുകുടിയന്റെ കൂടെ നടക്കുന്ന സഹോദര, നാളെ നീ പരലോകത്ത് വരുമ്പോ അന്ധനായിട്ടാണ് വരുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, കള്ളുകുടിക്കുന്നവന്റെ ലിസ്റ്റിൽ പെടുന്ന 10 വിഭാഗത്തിൽ പെട്ടതാണ്. 1, കള്ളുകുടിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. നിന്റെ കടക്കകത്ത്, നിന്റെ വീടിന്റെ അകത്തിരുന്ന് അടിക്കാനുള്ള സൗകര്യം നീ ഉണ്ടാക്കി കൊടുത്താൽ നീയും കുടിയൻ തന്നെയാ.
നിന്റെ കടയിൽ വന്നിട്ട് 2 ഗ്ലാസും ഒരു സോഡയും ചോദിക്കുന്നത് സംസം വെള്ളം കുടിക്കാനല്ല എന്ന് നിനക്ക് നല്ലതുപോലെ അറിയാം. എന്നിട്ട് നീ കൊടുത്താൽ നീയും കുടിയൻ തന്നെയാ. എടാ എന്നെ ഒന്ന് ബീവറേജിന്റെ മുന്നിൽ വിടടാ എന്ന് പറയുമ്പോ ബൈക്കിന്റെ പുറകിൽ കയറ്റിയിട്ട് നീ കൊണ്ടുപോയാ നീയും കുടിയന്റെ ലിസ്റ്റിലാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ലഹരി പദാർത്ഥങ്ങൾ മുഴുവനും കള്ളുകുടി മാത്രമല്ല, കഞ്ചാവ് മാത്രമല്ല, മയക്കുമരുന്ന് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ലഹരി വസ്തുക്കളും ഹറാമ് തന്നെയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ പലരും കള്ളു കുടിക്കുന്നവരല്ല, പക്ഷെ വീടി വലിക്കാൻ എല്ലാവരും വലിയ ഉഷാറാ. അധികം പേരും വീടി വലിക്കുന്നവരാ. പക്ഷെ വീടി വലിക്കുന്നതിന്റെ മസല എന്താ? വീടി വലിക്കല് പാടണ്ടോ? വീടി വലിക്കാൻ പറ്റുന്ന സാധനമാണോ? ഹറാമാണെന്ന് ഞാൻ പറയൂല. വീടി വലിക്കല് നിങ്ങൾ മസല അതൊക്കെ പഠിച്ചു വെച്ചിരിക്കുക. എല്ലാവർക്കും മസല അങ്ങനെയാണല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ നേരത്തെ മസല കണ്ടുപിടിക്കും. ഞാൻ തന്നെ ഒരു നമ്മളിപ്പോ ഒരു ചെറുപ്പക്കാരൻ ഒരിക്കൽ എന്നോടൊരു സംശയം ചോദിച്ചു. ഇന്നും അതിന്റെ ഉത്തരം കിട്ടിയിട്ടില്ല. ആദം നബി അലിഹിസ്സലാമിന്റെ ഭാര്യയെ അള്ളാഹു സൃഷ്ടിച്ചത് ആദം നബിയുടെ ഭാര്യയിൽ നിന്നാണ്. ആദം നബിയുടെ ഭാര്യയിൽ നിന്നാണ് ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചത് എന്ന് ചരിത്രം പറയുന്നുണ്ട്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, എല്ലാവരുടെയും ഭാര്യമാരെ അവരുടെ ഭാര്യയിൽ നിന്നാ സൃഷ്ടിച്ചെന്ന് പറയാറില്ലേ? മനുഷ്യന്മാരെ പറയാറില്ലേ? എല്ലാവരുടെയും ഇണയെ സൃഷ്ടിച്ചത് അവന്റെ ഭാര്യയിൽ നിന്നാണ് പറയാറില്ലേ? അപ്പൊ ഒരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചത്, ഉസ്താദെ, എല്ലാവരുടെയും ഭാര്യമാരെ അവരുടെ ഭാര്യയിൽ നിന്നാണ് സൃഷ്ടിച്ചതെങ്കിൽ ഈ 2 പെണ്ണ് കെട്ടുന്നവന്റെ ഭാര്യയെ എവിടെ നിന്നാ സൃഷ്ടിച്ചത്? അങ്ങനെ എല്ലാം ഒടിച്ചൊടിച്ചാണോന്ന് ചോദിച്ച ചെറുപ്പക്കാരൻ. ചിലര് പിന്നെ 2 3 4 ഓടി നടന്ന് കെട്ടുന്നവന്മാരുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചിന്തിക്കാറുണ്ട് എങ്ങനെയാണെന്ന്. ഞാൻ ആലോചിക്കാറുണ്ട് എങ്ങനെയാ ഇവരുടെ ജീവിതമെന്ന്. ഞാൻ കാസർഗോഡ് ജില്ലയിൽ ഒരു സ്ഥലത്ത് പോയപ്പോ ഒരു നല്ലൊരു കോടീശ്വരന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഉസ്താദിനെ ഒറ്റ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറയണം. ആ സാധുവാണെങ്കിൽ കരഞ്ഞുകൊണ്ടാ പറയണേ. ഈ ഉസ്താദ് നിന്ന് ചിരിക്ക. അപ്പൊ ഇറങ്ങി വന്നപ്പോ ഞാൻ ചോദിച്ചു, എന്താ അദ്ദേഹം പറഞ്ഞത്? വല്ലാതെ കരയുന്നല്ലോ, നിങ്ങൾ ചിരിക്കുന്നല്ലോ. അപ്പൊ ആ സാധു പറഞ്ഞത്, ആ പാവപ്പെട്ടവൻ 2 വിവാഹം കഴിച്ചു, 2 ഭാര്യമാരുടെ നളകി കിടന്നിട്ട് സമാധാനമില്ല, ഒന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഉസ്താദെ ചിരിച്ചേന്ന്? അപ്പൊ അയാൾ പറയാ, ഞാൻ 3 കെട്ടിയിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം 3 കെട്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴയാൾ 2 കെട്ടിയ കഥ പറയണേ. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്കൊക്കെ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ചെറുപ്പക്കാർ അവസാനം ഞാൻ ആ പയ്യന്റെ മുന്നിൽ മറുപടിയില്ല, എന്ത് പറയാനാ? ഞാൻ പറഞ്ഞു പോടാന്ന് പറഞ്ഞ് ആട്ടിയിറക്കി വിട്ടു. അപ്പൊ വീടി വലിക്കുന്നതിന്റെ മസല ചെറുപ്പക്കാർക്കറിയാം. വീടി വലിക്കുന്നത് ഹറാമല്ല, പക്ഷെ കറാഹത്താണ്, നല്ലതല്ലെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു 40 കറാഹത്തൊക്കെ ഒരു ഹറാമിന്റെ സ്ഥാനത്തേക്ക് എത്തും. കറാഹത്തുകൾ കൂടുന്നു. പെണ്ണുങ്ങളൊക്കെ എഴുന്നേക്കിപ്പാ. പെണ്ണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റിട്ട് മുൻകസേരയിൽ ഇരുന്നാൽ ആ പാവങ്ങൾ മഴ നനയാതെ കയറി ഇരിക്കാൻ പറ്റും. എഴുന്നേക്ക്, ബിസ്മില്ല, എഴുന്നേറ്റോ, അൽഹംദുലില്ലാ, അല്ലാഹ് സീരിയലിന്റെ മുന്നിലാണെന്ന ചിന്ത ഇപ്പോഴും എഴുന്നേക്കുന്നേ ഇല്ല. അന്ന് എഴുന്നേറ്റ് മുന്നിലിട്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരൻ, എങ്ങോട്ട് നോക്ക്. അപ്പൊ വീടി വലിക്കണത് നല്ലതല്ല. ഇത് എവിടെ നിന്നാ ഉണ്ടായതെന്നറിയോ? ലഹരി വസ്തുക്കൾ മുഴുവനും ഉണ്ടായത് അവിടെ. ഈ സിഗരറ്റ് ഇങ്ങനെ ചുണ്ടിൽ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു വിടുവല്ലോ. ചുണ്ടിൽ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ വലിക്കുന്ന ഇതെവിടെ നിന്നാണ് ഉണ്ടായത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പതുക്കെ നിങ്ങൾ ബഹളം വെക്കല്ല. അവരവരുടെ കാര്യം നോക്കിക്കോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ ശപിച്ച സമയത്ത് അവൻ നിന്ന് മൂത്രം ഒഴിച്ചെന്ന. ഇബ്ലീസിനെ അള്ളാഹു ശപിക്കുന്ന സമയത്ത് ഇബ്ലീസ് നിന്ന് മൂത്രമൊഴിച്ചു. ആ മൂത്രമൊഴിച്ച സ്ഥലത്ത് നിന്നാണ് സർവ്വ ലഹരി വസ്തുക്കളും ഉണ്ടായത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മൂത്രവാപ്പ നീ എടുത്തു വെച്ച് ചുണ്ടത്ത് വെച്ച് വലിക്കുന്നത് എന്ന് ഓർമ്മയുണ്ടാകണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് നിങ്ങൾക്കൊക്കെ അവാർഡ് തരണം. ഈ വീടി വലിക്കുന്നവന്റെ കൂടെ എങ്ങനെ ജീവിക്കും നിങ്ങളൊക്കെ? ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. പെങ്ങളെ, നീ എല്ലാ ദുശീലവും മാറ്റിയില്ലേ, ഇതുകൂടെ മാറ്റി, നിനക്ക് സ്വർഗം തരും അല്ലാഹ്. ചങ്ങാതിയോട് പറ, ഇത് തെറ്റാ, ഇത് പാവബാ എന്ന് നീ പറയണം. എങ്ങനെയെങ്കിലും നിന്റെ ഭർത്താവിനെ നന്നാക്കണം. ആ മനുഷ്യൻ എന്തായാലും നിർത്താൻ പരിപാടിയില്ല, നിങ്ങൾ തന്നെ നിർത്താൻ തീരുമാനിക്കുക. അള്ളാഹു നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഹറാമുകളെ സൂക്ഷിച്ചാൽ നീ ആ ലോകത്തിലെ ഏറ്റവും വലിയ ആബിദ്. ആരുമൊന്നുമല്ല. റസൂലുള്ള പറയുകയാ, ഹറാമുകൾ ആര് ജീവിതത്തിൽ സൂക്ഷിക്കുന്നു അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ, അവനാണ് ഏറ്റവും വലിയ വലിയ ഏറ്റവും വലിയ ആലിം, അവനാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വറള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്. പായിപ്പാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരെന്നറിയോ? കോടികളുള്ളവനല്ല, ബെൻസുകാരുള്ളവനല്ല, 2 നില ബിൽഡിംഗ് ഉള്ളവനല്ല, കെട്ടിടമുള്ളവനല്ല, AC റൂമുള്ളവനല്ല. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരെന്നറിയുവോ? അള്ളാഹു കൊടുത്തത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
ഏറ്റവും വലിയ പണക്കാരൻ, എന്റെ പ്രിയമുള്ളവരെ, പണക്കാരൻ പണമുള്ളവനല്ല. അള്ളാഹു പറയുന്നു, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഏറ്റവും വലിയ പണക്കാരൻ അള്ളാഹു കൊടുത്തത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ വാപ്പ നീ ആ ലോകത്തിലെ ഏറ്റവും വലിയ രാജാവ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഒരു സ്വഭാവം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആരാകുമായിരുന്നു? അങ്ങനെ ഒരു സ്വഭാവം എനിക്കോ നിങ്ങൾക്കോ ഉണ്ടായിരുന്നെങ്കിൽ, അസൂയ എല്ലാത്തിനും അസൂയ. പടച്ചവനെ ഓനൊന്ന് എത്തീങ്കാനയിലാകണേ, ദുആയ. ഇവന് സ്വർഗത്തിൽ പോകാൻ പോലും ഇങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടാവൂല. നിന്റെ അയൽവാസിയുടെ 2 നില വീട് കണ്ടിട്ട് നീ പുരാവുമല്ലോ. പെങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസൂയ വെക്കരുത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹു മറ്റൊരു മനുഷ്യന് കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് അസൂയ വെച്ചാൽ ഒന്നും കിട്ടാനില്ല. എന്റെ പ്രിയമുള്ളവരെ, എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ ഞാൻ തിന്നേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ അള്ളാഹു എന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. എന്റെ പേര് ഞാൻ കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് കഴിക്കും. എന്റെ പേരെഴുതിയ ഭക്ഷണം നിങ്ങൾ ആരെങ്കിലും കഴിക്കോ? ചങ്ങാതിമാരെ, കഴിക്കോ? നിങ്ങളുടെ പേരെഴുതിയത് ഞാൻ കഴിക്കോ? എനിക്ക് കിട്ടേണ്ട 1 രൂപ നിങ്ങളുടെ ജമാഅത്തിന്റെ പ്രസിഡന്റിന് കിട്ടോ? പ്രസിഡന്റിന് കിട്ടേണ്ട 1 രൂപ എനിക്ക് കിട്ടോ? കിട്ടൂല. ഇതറിയാം. എന്നിട്ടും അസൂയ വെച്ച അതിന് പ്രാന്തെന്നാ പറയുന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതിന് വട്ടെന്നാ പറയാ. പിന്നെയും നീ അസൂയ വെച്ച നിനക്കുള്ളത് നിനക്കേ കിട്ടൂ, ലോകത്ത് ആർക്കും കിട്ടൂല. ഇത് എനിക്ക് നിങ്ങൾക്കും അറിയാം. എന്നിട്ടും നമ്മൾ അസൂയ വെച്ച അതിനർത്ഥം എന്തെന്നറിയോ? അല്ലാ, നീ കാണിച്ചത് നീതിയല്ല, അല്ലാ അവന് കൊടുത്തു എനിക്ക് തന്നില്ല. ഇതാ പറയുന്ന അർത്ഥം. അള്ളാഹുവെ, നീ നീതിമാനല്ല, നീ അവന് മാത്രം കൊടുത്തു എനിക്ക് തന്നില്ല. ഇത് ശരിയായില്ലെന്നാ പറയുന്നതിനർത്ഥം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നീതിമാനാ, അത് മനസ്സിലാക്കണം എന്റെ പ്രിയമുള്ളവരെ. എന്നിട്ടും അള്ളാഹു മറ്റൊരുത്തര് കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് അസൂയ വെച്ച നിനക്ക് അള്ളാഹു 3 ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ 3 ശിക്ഷ കേട്ടാൽ മതി. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഒരുത്തനോട് അസൂയ വെക്കൂല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട്, 2 നില വീടായി, കടയായി, കച്ചവടമായി, വാഹനമായി, മക്കൾക്കൊക്കെ നല്ല ജീവിതമായി, ഇതൊക്കെ അള്ളാഹ് എനിക്ക് തരുന്നത് എന്നോടെന്തോ സ്നേഹമുള്ളത് കൊണ്ടാണെന്നാണ് നമ്മൾ വിചാരിക്കണേ. അല്ല, അള്ളാഹു മറ്റൊരു മനുഷ്യർ കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് അസൂയ വെച്ച അള്ളാഹു കൊടുക്കുന്ന 1ാമത്തെ ശിക്ഷ, അവൻ ഒരു കാലത്തും അള്ളാഹു സമാധാനം കൊടുക്കത്തില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സമാധാനം കിട്ടാത്തതിന്റെ 1ാമത്തെ കാരണം അയൽവാസിയുടെ വീടും കാറും തന്നെയാ, വേറൊന്നുമല്ല. നീ എപ്പോഴും അവളെ നോക്കുന്ന എന്തിനാ ഉമ്മ? നിനക്കല്ല തന്നതിനെ കുറിച്ച് ചിന്തിച്ചാ പോരെ? നിനക്ക് എഴുതിയതല്ലേ തരൂ, നിന്റെ പേരെഴുതിയതല്ലേ അല്ല നിനക്ക് തരൂ. നീ ടെൻഷൻ അടിക്കണ്ട. അള്ളാഹു മറ്റൊരുത്തിന് കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് അസൂയ വെച്ചാൽ നിനക്ക് അള്ളാഹു സമാധാനം തരൂല. 2, കൽബിന് ദാരിദ്ര്യം തരും. അള്ളാഹു കൽബിന് ദാരിദ്ര്യം. കോടികളുടെ ആസ്തിയുണ്ട് ചിലർക്ക്, എന്നാ 5 നയാ പൈസ ഒരു മിത്തിനും കൊടുക്കൂല. ഇനി പള്ളിക്കല്ല, ഏത് നല്ല കാര്യത്തിന് ചോദിച്ചാലും 5 നയാ പൈസ കൊടുക്കൂല. എന്നാ ഇവന് തിന്നാൻ പറ്റുമോ? അതുമില്ല. വീട്ടിൽ പോയി നോക്ക്, കോടികൾ ആസ്തിയുള്ളവന്റെ വീട്ടിൽ പോയി നോക്ക്, കഞ്ഞിയും ചമ്മന്തി ആയിരിക്കും. ആക്ക ഒരു മട്ടൻ ബിരിയാണി, അല്ലോ പറ്റൂല, കൊളസ്ട്രോളാ. ഇതവസ്ഥ. നീക്കും തിന്നാൻ പറ്റൂല, ആർക്കും കൊടുക്കത്തുമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 3, പായിപ്പാടുള്ള പെണ്ണുങ്ങളൊക്കെ കേട്ടോ, 3ാമത്തെ ശിക്ഷ. ഈ പായിപ്പാട് പള്ളിയുടെ മുന്നിൽ ഒരു സാധുവിനൊരു കടയുണ്ട്, നിനക്കും ഒരു കടയുണ്ട്. നിന്റെ കടയിൽ കച്ചവടമില്ല, അവന്റെ കടയിൽ കച്ചവടമുണ്ട്. നീ ഇത് നോക്കിയിട്ട് പ്രാവുക, അല്ല ഇവൻ എന്നാ വന്ന് എത്തിയങ്കാനേലാവന്ന് നീ ഇങ്ങനെ പ്രാവിയിട്ടിരിക്ക. നീ ഇങ്ങനെ അസൂയ. നിന്റെ വീടിന്റെ അയൽവാസിക്ക് ആകെ ഉണ്ടായിരുന്ന 1 നില വീടാ. നീ ആണെങ്കിൽ അസൂയ വെക്കാൻ തുടങ്ങിയപ്പോ അള്ളാഹു നിനക്ക് തരുന്ന 3ാമത്തെ പണി, അവൻ ആകെ 1 കടയുണ്ടായിരുന്നുള്ളൂ, ഒന്നുകൂടെ അവൻ തുറക്കും. അത് തന്നെയാ. നിന്റെ കണ്ണിന്റെ മുന്നിൽ അവൻ 1 കട കൂടെ തുറക്കും, നിന്റെ ഉള്ളതും പൂട്ടും. ആകെ 1 നില വീടേ ഉണ്ടായിരുന്നുള്ളൂ, അവള് 2 നില വീടും വെച്ച് 1 കാറും വാങ്ങും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നീ യത്തീംഖാനയിലുമാകും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതാ പണി, അള്ളാഹു തരുന്ന പണിഷ്മെന്റ് സഹോദരങ്ങളെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട്, തന്നതിനെ കുറിച്ച് ചിന്തിക്കും, തരാത്തതിനെ കുറിച്ചല്ല. അള്ളാഹു തന്നതിനെ കുറിച്ച്. എന്തിനാ നീ 2 നില വീട്ടിൽ നോക്കണേ? താത്ത, നീ എന്തിനാ 2 നില വീട്ടിൽ നോക്കണേ? നീ ചിന്തിക്കേണ്ട എന്തെന്നറിയോ? ഈ പായിപ്പാട് വാടക വീട്ടിൽ കിടക്കണ എത്ര പെണ്ണുങ്ങളുണ്ട്. എനിക്ക് 1 സെന്റാണെങ്കിലും സ്വന്തമായിട്ടുണ്ടല്ലോ, അത് ചിന്തിക്ക്. ഇനി നീ വാടക വീട്ടിലാ കിടക്കുന്നെങ്കിൽ ഈ പായിപ്പാട് കടത്തിണ്ണയിൽ എത്ര പാവങ്ങൾ കിടക്കണം. നിനക്ക് വാടകയ്ക്കാണെങ്കിൽ അല്ലാഹു ഒന്ന് തന്നില്ലേ? അൽഹംദുലില്ലാഹ്, ശുക്ർ ചെയ്യ്, നന്ദി രേഖപ്പെടുത്ത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചില പെണ്ണുങ്ങൾ വിചാരിക്കുന്നത് പണം ഉണ്ടെങ്കിലേ ജീവിതത്തിൽ സന്തോഷമുള്ളൂ. ആരാ പറഞ്ഞേ?
പണമുണ്ടെങ്കിലേ ജീവിതത്തിൽ സന്തോഷമുള്ള ആരാ പറഞ്ഞ? അത് സീരിയലിന്റെ കഥയാ, അത് നോവലുകളിലുള്ള കഥയാ. പെങ്ങളെ, എന്റെ സഹോദരിമാരെ, പണം വേണമെന്നൊരു നിർബന്ധവും ഇല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ മരിക്കണ കാലം വരെ മറന്നില്ല റസൂലുള്ളാഹ്. ഖദീജ ബീബി റളിയല്ലാഹു എന്തു പറഞ്ഞാലും മറ്റുള്ള ഭാര്യമാരോട് പറയും ഖദീജാനെ പോലെയാകണം, എന്റെ ഖദീജാനെ പോലെ ആകണം, എന്റെ ഖദീജ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു. കേട്ട് 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 സഹിക്കാൻ കഴിയാതെ ഒരിക്കൽ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, ഈ കിളവിയോട് എന്താ ഇത്ര സ്നേഹം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ ഭാര്യയെ കിളവി എന്ന് വിളിച്ചപ്പോ സഹിച്ചില്ല, കരഞ്ഞുപോയി റസൂലുള്ളാഹ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുകയാ. പെങ്ങളെ, വല്ലാത്ത സ്നേഹം. എന്തിന്? തന്റെ വീട്ടിൽ ആരെങ്കിലും ഒരു നല്ല ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്ത ഖദീജയുടെ കൂട്ടുകാരിക്ക് കൊടുത്തു വിടുമായിരുന്നു. അത്രയ്ക്ക് സ്നേഹവാ. കാരണം എന്തെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി ഇസ്ലാമിന്റെ പ്രബോധനവുമായി കടന്നു ചെന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാട് കടത്തി അവിടുന്ന് ഊരുവലക്കി ഷൈബു അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരിവിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകനെ അതാ ഖുറൈശികൾ അവിടുന്ന് ഊരുവലക്കുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖദീജ, മക്കളെയും കൂട്ടിയിട്ട് നീ നിന്റെ വീട്ടിലേക്ക് പോ. ഖദീജ, മക്കളെയും കൂട്ടിയിട്ട് നീ നിന്റെ വീട്ടിലേക്ക് പോ. കാരണം എന്തെന്നറിയുമോ? ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകളായിരുന്നു. ജീവിതത്തിലെ പട്ടിണി എന്താണെന്നറിയില്ല, പ്രയാസം എന്താണെന്നറിയില്ല, ദുഃഖവും ദുരിതവും ജീവിതത്തിൽ അനുഭവിക്കാത്ത ഖദീജയാ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് ചെല്ലാ, മക്കളെയും കൂട്ടിയിട്ട് പോകാൻ പറയുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ജീവിക്കാനാണെങ്കിൽ ഞാനുണ്ട് നബിയേ, മരിക്കാനാണെങ്കിലും ഞാൻ കൂടെയുണ്ട് നബിയേ, പട്ടിണിയാണെങ്കിലും ഭക്ഷണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മരിക്കുന്ന കാലം വരെ ഞാനും കൂടെയുണ്ടെന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ യാചിച്ചെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അള്ളാഹുവിന്റെ പ്രവാചകനെ മരിക്കുന്നത് വരെ ഖദീജാനെ മറന്നുപോയില്ല. അത്രയ്ക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു. അതുകൊണ്ട് പെങ്ങളെ, പണമുണ്ടെങ്കിലേ, 2 നിലയുണ്ടെങ്കില്, AC റൂമെങ്കില്, അതാ സഞ്ചരിക്കാൻ വാഹനമുണ്ടെങ്കില് സന്തോഷം കിട്ടൂ, സമാധാനം കിട്ടൂ എന്ന് നിന്റെ ചിന്ത തെറ്റാട് പൊന്നുമോള്. അള്ളാഹു നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്ക്. റബീഉൽ അവ്വൽ മാസമാണല്ലോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുമോ ആയിഷ? അല്ലാഹുവിന്റെ റസൂൽ വിശന്നുകൊണ്ട് വീടിന്റെ അകത്ത് വന്ന് ചോദിക്കുമ്പോ അതാ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നിന്ന് കരയുകയാണ്. കാരണം പ്രവാചകന് കൊടുക്കാൻ ഭക്ഷണമില്ല. അല്ലാഹുവിന്റെ റസൂലിന് കാര്യം മനസ്സിലായി. അവിടെന്ന് ചോദിച്ചു, ആയിഷ, കുടിക്കാൻ ഇത്തിരി വെള്ളമെങ്കിലും തരുമോ ആയിഷ? അല്ലാഹുവിന്റെ പ്രവാചകനതാ ചോദിക്കുമ്പോ ആയിഷ ബീവി മുഖം പൊത്തികെട്ട് നിന്ന് കരയുകയാ. കാരണം പച്ചവെള്ളം പോലുമില്ല. പെങ്ങളെ, നിന്റെ ഭർത്താവും മക്കളും വീടിന്റെ അകത്ത് വന്ന ഭക്ഷണം ചോദിച്ചിട്ട് ഇന്ന് വരെ കൊടുക്കാനില്ലാത്ത ഒരു ദിവസം അല്ലാഹു നിന്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ നിന്ന് കരയുകയാ. പ്രവാചകൻ നോക്കുമ്പോ തന്റെ ഭാര്യ നിന്ന് കരയുകയാ. ആ സമയത്തും അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ആയിഷ, ഒന്നുമില്ലെങ്കിലും നീ എന്റെ കൂടെയുണ്ടല്ലോ ആയിഷ. പെങ്ങളെ, ജീവിതമെന്ന് പറഞ്ഞാൽ എന്തിന്? അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ കുറിച്ച് ആയിഷ ബീബി പറയുന്നുണ്ട്, ലൗകാന ഇൻദനാ ദുഹിനുൻ, എന്റെ വീടിന്റെ അകത്തെങ്ങാനും വിളക്കിനകത്തൊടിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ വിശപ്പ് കാരണം ഞാനെടുത്ത് കുടിക്കുമായിരുന്നു സ്വഹാബ. ആയിഷ ബീബിയാണ് പറയുന്നത്. അതുകൊണ്ട് പെങ്ങള്, പണം ആഗ്രഹിക്കല്ലേ പൊന്നുമോള്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഒരു പെണ്ണിന് സ്വർഗമുണ്ട്. പായിപ്പാടൊരുമിച്ച് കൂടിയ പെണ്ണെ, സ്വർഗത്തിൽ പോകാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞു തരാ. നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗം വേണോ?
നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗം വേണോ? പ്രവാചകൻ അവിടെന്ന് പറയുകയോ, രാവിലെ ജോലിക്ക് വേണ്ടി മീൻ കച്ചവടമാകട്ടെ, കടയിലേക്കാകട്ടെ, കൂലിപ്പണിക്കാകട്ടെ, നിന്റെ ഭർത്താവ് രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുമ്പോ നിന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ലോട്ടറിയുടെ പൈസയുമായിട്ട് വരല്, ഹറാമിന്റെ പൈസയുമായി വരല്, പലിശ പൈസയുമായി വരല്, ആരെയെങ്കിലും പറ്റിച്ച പൈസയുമായിട്ട് ഈ വീട്ടിലേക്ക് കടന്നു വരല്. ഞാനും എന്റെ മക്കളും പട്ടിണി കിടക്കാൻ തയ്യാറാ, ഹറാമ് ഞങ്ങൾക്ക് തരല്ലേ എന്ന് ഓർമ്മപ്പെടുത്തുന്ന പെണ്ണിന് അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ പണം കൂടുമ്പോഴാ എല്ലാവരെയും മറന്നു പോകുന്നത്. കൂടപ്പിറപ്പുകളെ മറന്നു പോകുന്നു, മാതാപിതാക്കളെ മറന്നു പോകുന്നു, പാവപ്പെട്ടവരെ മറന്നു പോകുന്നു. പണത്തിന്റെ പേരിലാണ് ഉമ്മ പണം കൂടുതൽ തരാത്തതിന്റെ പേരിൽ ഉമ്മയെ മറന്നുപോയ മക്കളുണ്ട്, വാപ്പാനെ മറന്നുപോയ മക്കളുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരാ, പണം കൂടുമ്പോ എല്ലാവരെയും മറക്കുന്ന പെങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണേ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനെന്ന് അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരാ, പെറ്റ തള്ളയെ മറന്നു പോകുന്ന ഒരുപാട് മക്കളുടെ കാലവാ, ഉമ്മാനെ മറന്നു പോകുന്ന, വാപ്പയെ മറന്നു പോകുന്ന ഒരുപാട് മക്കളുടെ കാലമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, രണ്ടു പേർക്ക് ആയുസ് കുറവാണ്, രണ്ടുപേരുടെ ആയുസ് അല്ലാഹു കുറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒന്നാമത്തെ വീട് ഏതെന്നറിയുവോ? ആ വീട്ടിലെ നാഥന് ആയുസ് കുറവാണ്, വായ്പാടുള്ള ഒരു മനുഷ്യന് ആയുസ് കുറവാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആരെന്നറിയുവോ? ഹറാമായ പണം ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരന്റെ ആയുസ് അല്ലാഹു കുറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മോളെ ലോട്ടറി എടുക്കുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട്, പലിശ കച്ചവടം നടത്തുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട്, ജനങ്ങളെ പറ്റിച്ചിട്ട് പൈസയുമായി വീട്ടിൽ വരുന്ന ഭർത്താവിന്റെ കാലിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറമോള്, ഈ പാപം നിങ്ങൾ നിർത്തണ്, ഈ ദുശീലം നിങ്ങൾ നിർത്തണ്. പട്ടിണി കിടന്നിട്ടാണെങ്കിലും നീ നിന്റെ ഭർത്താവിന്റെ ദുശീലം മാറ്റിക്കോ, ഇല്ലെങ്കിൽ നീ വിധവയായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭർത്താവ് തെറ്റ് ചെയ്യുമ്പോ ആ തെറ്റിന്റെ കൂടെ നിൽക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ നിന്റെ മക്കള് തീമായി പോകും പെങ്ങള്, നീ വിധവയായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആയുസ് കുറഞ്ഞു പോകുന്ന രണ്ടാമത്തെ പാപം എന്തെന്നറിയുവോ? പെറ്റ ഉമ്മാനെ വേദനിപ്പിക്കുന്നവനുണ്ടല്ലോ, മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിക്കുന്നവനുണ്ടല്ലോ, മാതാപിതാക്കൾ കണ്ണുനീര് കുടിപ്പിക്കുന്നവൻ അവന്റെ ആയുസ് അല്ലാഹു കുലുക്കി കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ മാതാപിതാക്കളെ മറന്നു പോകുന്ന മക്കളുടെ കാലമാണ്. വൃദ്ധസദനങ്ങൾ വല്ലാതെ വർദ്ധിക്കുന്ന കാലമാ. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, പാപ്പാ നീ എത്ര വലിയവനാണെങ്കിലും, പായിപ്പാട് പള്ളിക്ക് നീ എത്ര കൊടുത്തവനാണെങ്കിലും, പാവപ്പെട്ടവരെ സഹായിക്കുന്നവനാണെങ്കിലും, നിസ്കാര തഴമ്പുള്ളവനാണെങ്കിലും നീ രക്ഷപ്പെടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ വെച്ചിട്ട് എല്ലാവരും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നുപോയി, എല്ലാവരും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നുപോയി. എന്നിട്ടും അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ ചോദിക്കുന്നു, ജിബ്രീലേ, എന്റെ സമുദായത്തിൽ ആരെങ്കിലും നരകത്തിൽ കിടക്കുന്നുണ്ടോ? യാ റസൂലല്ലാഹ്, ഒരു വിഭാഗം ജനങ്ങളെ നരകത്തിൽ കിടന്ന് കരയുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ അർശിന്റെ മുന്നിൽ, അല്ലാഹുവിന്റെ മുന്നിൽ പോയി സുജൂദിൽ കിടന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാഹ്, നരകത്തിൽ കിടക്കുന്ന എന്റെ സമുദായത്തിന് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്.
അല്ലാഹുവിന്റെ പ്രവാചകന് പൊട്ടിക്കരന്നുകൊണ്ട് ദുആ ചെയ്യുമ്പോ അല്ലാഹു പറയുന്നു ഇല്ല നബിയേ അവർക്ക് ഞാൻ സ്വർഗം കൊടുക്കൂല ദുആ ചെയ്തിട്ട് കാര്യമില്ലോ പ്രവാചകനെ മടക്കി വിടുകയാണ് രണ്ടാമതും പ്രവാചകൻ ചെന്നിട്ട് കരയുകയാ അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാ ആ സമയത്തും അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു ഇല്ല നബിയേ അവർക്ക് ഞാൻ സ്വർഗം കൊടുക്കൂല മൂന്നാമതും അല്ലാഹുവിന്റെ പ്രവാചകൻ ചെന്നിട്ട് കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ അല്ലാഹു പറഞ്ഞു ഞാൻ അവർക്ക് സ്വർഗം കൊടുക്കൂല റസൂലുള്ള ചോദിക്കുന്നു എന്ത് പാപമാ അവര് ചെയ്തത് എന്തിന്റെ പേരിലാണ് അവർക്ക് സ്വർഗം കൊടുക്കാത്തത് ആ സമയത്ത് അല്ലാഹു പറയുന്നു നബിയേ അത് മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത മക്കളാ അത് മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത മക്കളാ എനിക്ക് സ്വർഗം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് സ്വർഗം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത മക്കൾക്ക് സ്വർഗം ഹറാമാ നബിയേ അവര് പൊരുത്തപ്പെടാതെ എനിക്ക് സ്വർഗം കൊടുക്കാൻ കഴിയില്ല അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു പടച്ചവരെ നരകത്തിൽ കിടക്കുന്ന അവരെ എനിക്കൊന്ന് കാണാൻ കഴിയുമോ തമ്പുരാനെ പ്രവാചകൻ നരകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത മക്കള് നരകത്തിൽ കിടന്ന് കരിയുകയാണ് അവിടെ കിടന്ന് യാചിക്കുകയാണ് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ പ്രവാചകൻ പിന്നെയും റബ്ബിനോട് ചോദിക്കുന്നു നാഥാ ഇവരുടെ മാതാപിതാക്കളെ എനിക്കൊന്ന് കാണിച്ചു തരുവോ തമ്പുരാന് അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ് റസൂലുള്ള കടന്നു ചെന്നിട്ട് ചോദിക്കുന്നു മക്കൾ നരകത്തിൽ കിടന്ന് കരിയുകയാ നിങ്ങളുടെ മക്കള് നരകത്തിൽ കിടന്ന് കരയുകയാണ് ഒന്ന് പൊരുത്തപ്പെട്ട് കൊടുത്താ അവർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കും ഒന്ന് പൊരുത്തപ്പെട്ട് കൊടുത്തുകൂടെ ഉമ്മമാര് പറയുമില്ല എന്റെ മക്കൾക്ക് ഞാൻ പൊരുത്തപ്പെടൂല അവൻ എന്നെ വല്ലാതെ ദ്രോഹിച്ചവനോ എന്നെ ഒരുപാട് കണ്ണുനീര് കുടിപ്പിച്ചവനോ അല്ലാഹുവിന്റെ റസൂല് പോലും ചോദിക്കുമെന്ന് പൊരുത്തപ്പെട്ട് കൊടുക്കുവോ അവര് പൊരുത്തപ്പെട്ട് കൊടുക്കാതെ വരുമ്പോ അവസാനം അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് ആ നരകത്തിൽ കിടക്കുന്ന മക്കളെ ഇങ്ങനെ മാതാപിതാക്കൾക്ക് കാണിച്ചു കൊടുക്കുകയോ തന്റെ മക്കളെ നരകത്തിൽ കിടന്ന് കരിയുന്നത് കാണുമ്പോ സഹിക്കാൻ കഴിയാതെ ആ മാതാപിതാക്കൾ പൊരുത്തപ്പെട്ടു കൊടുക്കും അപ്പോഴാണ് അല്ലാഹു അവർക്ക് സ്വർഗം കൊടുക്കുന്നതെന്ന് പ്രവാചകൻ പറയുമ്പോ വാപ്പാ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് അല്ലാഹു നല്ല മരണം കൊടുക്കൂല അല്ലാഹു നല്ല മരണം കൊടുക്കൂല നിന്റെ നാവ് പൊക്കിയിട്ട് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ മാതാപിതാക്കളോട് പറയാനുള്ളത് തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം മക്കളെ ശപിക്കല്ലേ ഉമ്മാ മക്കളെ ശപിക്കല്ലേ മക്കളെ പ്രാവല്ലേ മക്കളെ പ്രാവുന്ന ഉപ്പമാരോടും ഉമ്മമാരോട് നിങ്ങളുടെ ദുആയിക്ക് വല്ലാത്ത ഇജാബത്തോ നിങ്ങളുടെ ദുആയിക്ക് വല്ലാത്ത ഇജാബത്തോ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ അല്ലാഹുവിനോട് ചോദിക്കുന്നു റബ്ബേ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനെ എനിക്കൊന്ന് കാണിച്ചു തരുവോ തമ്പുരാന് മൂസാ നബി അല്ലാഹുവിനോട് ചോദിക്കുകയാ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ആരാണ് പടച്ചവര് മൂസാ നബിയോട് അല്ലാഹു പറയുന്നു നബിയേ ഒരു ചെറുപ്പക്കാരനാണ് നബിയേ ഒരു ചെറുപ്പക്കാരനാണ് നബിയേ മൂസാ നബിക്ക് വല്ലാത്ത അത്ഭുതമായി ആരാണ് പടച്ചവര് എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ആരാണ് തമ്പുരാന് അവിടെ നിന്ന് പ്രവാചകൻ ഒരു ചെറുപ്പക്കാരനെ കാണിച്ചു കൊടുക്കുകയാ നിങ്ങള് മൂസാ നബിക്ക് വല്ലാത്ത അത്ഭുതമായി എന്തിന്റെ പേരിലാണ് ഈ മനുഷ്യൻ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനാകുന്നത് മൂസാ നബി അല്ലാഹുവോട് ചോദിക്കുന്നു നാഥാ ഈ ചെറുപ്പക്കാരനെ എനിക്കൊന്ന് കാണണം തമ്പുരാന് എനിക്ക് ആ ചെറുപ്പക്കാരനോടൊന്ന് സംസാരിക്കണം തമ്പുരാന് അല്ലാഹു അവസരം കൊടുക്കുകയാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ആ ചെറുപ്പക്കാരന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹ് കാണുന്ന കാഴ്ച എന്തെന്നറിയോ അല്ലാഹുവേ തോളിൽ ഇങ്ങനെ ഒരാ രണ്ട് തുണിക്കെട്ടുകൾ ചുമന്നുകൊണ്ട് നടക്കുകയാണ്
അതാ ചുമലില് 2 സഞ്ചി ഇങ്ങനെ തൂക്കിക്കൊണ്ട് നടക്കുകയാ. മൂസാ നബി പ്രവാചകനാണെന്ന് പറഞ്ഞില്ല. അടുത്ത് ചെന്നിട്ട് ചെറുപ്പക്കാരനോട് പരിചയപ്പെട്ടു. അതാ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം ആ ചെറുപ്പക്കാരന്റെ കൂട്ടത്തിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ആ ചെറുപ്പക്കാരനുണ്ടല്ലോ, അവസാനം തന്റെ ചുമലിലിട്ടിരിക്കുന്ന സഞ്ചി കൊണ്ടുപോയി വീടിന്റെ ഒരു മൂലയിൽ വെക്കുകയാണ്. മൂസാ നബിയോട് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അടുക്കളയിലേക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കടന്നുപോയി. മൂസാ നബി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ചെറുപ്പക്കാരെ ചുമന്നു കൊണ്ടുവന്ന് സഞ്ചിയിരുന്ന് അനങ്ങുകയാണ്. അല്ലാഹുവേ, മൂസാ നബിക്ക് അത്ഭുതമായി. ചലിക്കുന്ന സഞ്ചിയുടെ അടുക്കലേക്ക് കടന്നു ചെന്നു. ആ തുണിയങ്ങ് മാറ്റി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എല്ലും തോലുമായ ഒരു പ്രായമായ ഉമ്മയാണ്. ഒരു സഞ്ചിക്കകത്ത് ഉമ്മയാണ്. രണ്ടാമത്തെ സഞ്ചി തുറക്കുമ്പോ തന്റെ വാപ്പയാണ്. പ്രായമുള്ള എല്ലും തോലുമായ ഒരു വാപ്പയും ഉമ്മയുമാണ്. അല്ലാഹുവേ, മൂസാ നബി ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവിടെന്ന് പറയുന്നു, ഈ ചുമന്നുകൊണ്ട് നടക്കുന്നത് ഞങ്ങളുടെ പൊന്നുമോനാ, ഞങ്ങളുടെ പൊന്നുമോനാണ്. 9.5 മാസം ഞാൻ എന്റെ മകനെ ചുമന്നു. എന്റെ പൊന്നുമോൻ എന്നെ ചുമക്കാൻ തുടങ്ങി 8 മാസങ്ങളായി. അവന് ഞങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. അവനാണ് ഞങ്ങളെ കുളിപ്പിക്കുന്നത്. അവനാണ് ഞങ്ങൾക്ക് ഭക്ഷണം വാരി തരുന്നത്. എവിടെ പോയാലും ഞങ്ങളുടെ പൊന്നുമകൻ ഞങ്ങളെ ചുമന്നുകൊണ്ട് നടക്കും. വാപ്പയും ഉമ്മയും മൂസാ നബിയോട് പറഞ്ഞു കൊടുക്കുമ്പോ മൂസാ നബി ചിന്തിച്ചു, അല്ലാ, ഈ ഉമ്മയുടെ ദുആയായിരിക്കും ആ ചെറുപ്പക്കാരൻ എന്റെ കൂട്ടുകാരനാകാൻ കഴിഞ്ഞത്. അവിടെന്ന് ചോദിച്ചു, ഉമ്മ, നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്ന ഈ പൊന്നുമോന് വേണ്ടി നിങ്ങൾ എന്താണ് ദുആ ചെയ്യുന്നത്? ആ സമയത്ത് മാതാപിതാക്കള് അവിടെന്ന് പറയുകയോ, ഞങ്ങളുടെ പൊന്നുമോന് വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യുന്നത് എന്തെന്നറിയോ? അല്ലാഹുവേ, എന്റെ പൊന്നുമോ മരിക്കുന്നതിന് മുമ്പ്, എന്റെ പൊന്നുമോ മരിക്കുന്നതിന് മുമ്പ് മൂസാ നബിയെ എന്റെ മകനൊന്ന് കാണിച്ചു കൊടുക്കണേ അല്ലാ. ഈ വാപ്പയും ഉമ്മയും എപ്പോഴും ദുആ ചെയ്യുന്നത്, മരിക്കുന്നതിന് മുമ്പ് മൂസാ നബി എന്റെ മകനൊന്ന് കാണിച്ചു കൊടുക്കണം തമ്പുരാര്. പ്രവാചകനെ കാണാൻ എന്റെ പൊന്നുമോന് ഭാഗ്യം കൊടുക്കണേ അല്ലാ. മാതാപിതാക്കള് പറയേണ്ട താമസം മൂസാ നബിയുടെ കണ്ണങ്ങ് നിറഞ്ഞു പോവുകയാണ്. അവിടെ നിന്ന് പറഞ്ഞു പോയി, ഉമ്മാ, അന കലീമുല്ലാഹി മൂസാ, ഞാനാണുമ്മ, മൂസാ നബി അലൈഹിസ്സലാം ഞാനാണുമ്മ. വാപ്പയോടും ഉമ്മയോടും പറയേണ്ട താമസമുണ്ടല്ലോ. രണ്ടുപേരും മൂസാ നബിയോട് സലാം പറയുകയാണ്. എന്നിട്ടതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് വാപ്പയും ഉമ്മയും അങ്ങ് മരണപ്പെടുകയാ. രണ്ടുപേരും മരിച്ചുപോയി. ചെറുപ്പക്കാരൻ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഭക്ഷണവും തയ്യാറാക്കിയിട്ട് കടന്നു വന്നിട്ട് തന്റെ ഉമ്മാനെയും വാപ്പാനെയും വിളിക്കുമ്പോ രണ്ടുപേരും അനങ്ങുന്നില്ല, രണ്ടുപേരും അനങ്ങുന്നില്ല. മൂസാ നബി പറഞ്ഞു, ചെറുപ്പക്കാരോ, നിന്റെ മാതാപിതാക്കളും മരിച്ചുപോയി, അവര് രണ്ടുപേരും മരിച്ചുപോയി. ചെറുപ്പക്കാരൻ പറയുന്നു, എന്റെ ഉപ്പയും ഉമ്മയും മരിക്കൂല, എന്റെ മാതാപിതാക്കളും മരിക്കൂല. മൂസാ നബി ചോദിച്ചു, കാരണം എന്താ? മൂസാ നബി ചോദിച്ചു, നിന്റെ മാതാപിതാക്കളും മരിക്കത്തില്ലെന്ന് പറയാനുള്ള കാരണം എന്താ? ആ ചെറുപ്പക്കാരൻ പറയുകയാ, ഞാൻ എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുവോ? എന്റെ മാതാപിതാക്കളെ ചുമലിൽ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുമ്പോ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുവോ? അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് എന്റെ മാതാപിതാക്കൾക്ക് മൂസാ നബിയെ ഒന്ന് കാണിച്ചു കൊടുക്കണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് എന്റെ മാതാപിതാക്കൾക്ക് മൂസാ നബിയെ കാണാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ എന്നാണ് ഞാൻ ദുആ ചെയ്യുന്നത്. എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കും. മൂസാ നബിയെ കാണാതെ എന്റെ വാപ്പയും ഉമ്മയും മരിക്കൂല. മൂസാ നബി അലൈഹിസ്സലാം ആ ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, ഞാനാണ് ആ മൂസാ നബി. നാളെ നീ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനോ, എന്റെ പ്രിയപ്പെട്ട സഹോദരോ. മാതാപിതാക്കളും മക്കൾ
മക്കൾക്ക് വേണ്ടി ദുആ ചെയ്താ സ്വീകരിക്കും. ഇതുപോലെ മക്കള് മാതാപിതാക്കൾക്ക് ദുആ ചെയ്താൽ സ്വീകരിക്കും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, മാതാപിതാക്കളെ വേദനിപ്പിക്കല്ല്, മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കല്ല്. ഏത് കൊലകൊമ്പനാണെങ്കിലും അവൻ അല്ലാഹു നല്ല മരണം കൊടുക്കൂല. എന്റെ പ്രിയപ്പെട്ടവരെ, അൽഖമയുടെ ചരിത്രം നമുക്കറിയുമല്ലോ. റസൂലുള്ളാഹിന്റെ സഹാബിയാണല്ലോ. മരണസമയത്ത് അൽഖമ റളിയല്ലാഹു തആല അൻഹുവിനോട് എല്ലാവരും ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുമ്പോ അൽഖമയ്ക്ക് പറയാൻ കഴിയുന്നില്ലോ. പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ്, അൽഖമയ്ക്ക് ഷഹാദത്ത് കലിമ പറയാൻ കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ഒന്നാമതായി ചോദിച്ചത്, അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? നഅം യാ റസൂലല്ലാഹ്, ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് നബിയേ. വിളിച്ചുകൊണ്ട് വാ സഹാബ, വിളിച്ചുകൊണ്ട് വാ സഹാബ. അവസാനം ഉമ്മാനെ കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, നിങ്ങളുടെ മകനുമായിട്ട് നിങ്ങൾ എങ്ങനെയാണ്? അവിടെന്ന് പറഞ്ഞു, നബിയേ എന്റെ പൊന്നുമോൻ എന്നെ വല്ലാത്ത സ്നേഹമായിരുന്നു, എന്നെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. പക്ഷേ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ അവൻ എന്നെ മറന്നു നബിയേ. എന്നോടിപ്പ സ്നേഹമില്ല നബിയേ. എന്നെക്കാളും സ്നേഹം അവനവന്റെ ഭാര്യയോടാണ് നബിയേ. ചരിത്രം പറയുന്ന ഉമ്മയുടെ തെറ്റിദ്ധാരണയായിരുന്നു, ഉമ്മയുടെ തെറ്റിദ്ധാരണയായിരുന്നു. എന്റെ മകന് എന്നെക്കാളും സ്നേഹം അവന്റെ ഭാര്യയോടാ. ഉമ്മയുടെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അല്ലാ, അതുകൊണ്ട് ഞാൻ അവനെ പൊരുത്തപ്പെട്ട് കൊടുക്കൂല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, നിങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുത്താലേ നിങ്ങളുടെ പൊന്നുമോനിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയൂ. പൊരുത്തപ്പെട്ട് കൊടുക്കുമോ? ഇല്ല യാ റസൂലല്ലാഹ്, എനിക്ക് അവന് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ കഴിയില്ലോ. റസൂലുള്ളാഹ് പറഞ്ഞു, സഹാബാ, ഉമ്മാടെ പൊരുത്തമില്ലാത്തവനെ കത്തിച്ച് കള സഹാബാ. ഉമ്മയുടെ പൊരുത്തമില്ലാത്തവനെ കരിച്ചുകളോ. അവസാനം അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുമ്പോ ആ മാതാവ് പറയുന്നു, നബിയേ അവൻ എത്ര ദ്രോഹിച്ചവനാണെങ്കിലും എന്നെ വേദനിപ്പിച്ചവനാണെങ്കിലും അവൻ എന്റെ മകനാണല്ലോ നബിയേ. ഞാനവന് പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു നബിയേ. പറഞ്ഞു തീരണ്ട താമസമുണ്ടല്ലോ. അൽഖമ റളിയല്ലാഹു തആല അൻഹു തന്റെ നാവ് കൊണ്ട് ലാ ഇലാഹ എന്ന് പറയാൻ കഴിഞ്ഞത് ആ സമയത്താണെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കള് അല്ലാഹു നിങ്ങളുടെ ആയുസ് കുറച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടും. പണം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. വാടക വീടെങ്കിൽ വാടക വീട്, 2 നിലയെങ്കിൽ 2 നില. അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെട്ട